ഇനി ഇവിടെ നേരെ നമ്മളിതേ ആ വാച്ച് ടവർ ചെന്ന് അങ്ങനെ നമ്മൾ വീണ്ടും കാട്ടിലോട്ട് കയറാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഈ മ്ലാവ് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണുന്നത്. കാട്ടിൽ പോകുമ്പോൾ സംസാരിക്കും കുറച്ച് പതിയെ സംസാരിച്ച് പറയണം. ചെയ്യിട്ടാൽ നമുക്ക് പണിയാം. ഇപ്പം തന്നെ അടുത്ത് നിന്നിട്ടോ ഇത് ഒച്ചയടിക്കണം. കണ്ടെന്ന് അവിടെ വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആണെ എന്നും കണ്ടിട്ടില്ലെന്ന്. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ വീണ്ടും ചിന്നാറിലേക്ക് വന്നേക്കാണ്. ഇന്ന് രാവിലെ ഒന്ന് കാട് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. രാവിലെ ആ സൂര്യനും ആ കാടും ആ വെട്ടവും ഭയങ്കര കിളികൾ ഉണർന്നു വരുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ ആ കാട് നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, കമോൺ. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വട്ടം വന്നതുപോലെ തന്നെ നമ്മുടെ മകേഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതാണ് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ. ഫുള്ളും ആ മരത്തിലെ കൂടുതലും അവിടെ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് അത് ബിൽഡിങ്ങിൻ്റെ പിറകിൽ കൂടെ നേരെ ചെറിയൊരു ഗ്യാപ്പ് വഴി കയറി ചെറിയൊരു കാട്ടിൽ കൂടെ കയറി നേരെ മെയിൻ റോഡിലോട്ട് വന്നത്. ഇനി മെയിൻ റോഡിൽ നിന്ന് നേരെ നമ്മൾ പോണത് കാട്ടിലോട്ട് പോകണം. ഇതിൽ ചുറ്റിക്കിറങ്ങി നമുക്ക് വാച്ചിട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വീണ്ടും മകേഷ് ചേട്ടനാണ്. മഹേഷൻ എത്ര നാളത്തെ എക്സ്പീരിയൻസ്? ഒരു 5-6 കൊല്ലങ്ങളായി. 5-6 കൊല്ലങ്ങളായി ഇവിടെ? ഇവിടെ മാത്രം ചിന്നാറിൽ. ഇനി കാടായിട്ട് എത്ര വർഷമായി? ആട് വന്നിട്ട് ഇപ്പം 30 വർഷമായി. 30 കൊല്ലങ്ങളായി. ഓക്കെ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടോ പുള്ളിക്ക്. ഇനി നേരെ നമ്മൾ വാച്ച് ടവറിലോട്ട് പോകണം കേട്ടോ. ഇനി ഇവിടെ നേരെ നമ്മളിതേ ആ വാച്ച് ടവർ ചെന്ന് നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ നേരെ കാട്ടിലോട്ട് കയറുന്നത്. ആ കാണുന്ന വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ എവിടെയെങ്കിലും അനിമൽസ് ഉണ്ടോ, ആനകളോ എന്തെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്കണം. അതിനുമുമ്പ് ഈ ഗ്യാപ്പിൽ ചെറിയൊരു തോട് പോലെ ഉണ്ട്. അവിടെ എത്തുന്നുമ്പായിട്ട് ചെറിയ ഗ്യാപ്പിൽ ഒരു തോട് പോലെ ഉണ്ട്. ആ തോടിൻ്റെ അവിടെ മിക്കവാറും രാവിലെയൊക്കെ ഈ അനിമൽസ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇതാണ് മ്ലാവിൻ്റെ സ്ഥലം. മാവിൻ്റെ എല്ല് എന്തോ പിടിച്ചിട്ടിട്ടേക്കണം. ലെപ്പേട് പിടിച്ചതാ. ലെപ്പേടോ? പുള്ളുപുളി പിടിച്ചത്. പുള്ളുപുളി. ഇതെല്ലാം മാൻ്റെ സ്ഥലങ്ങളാണ്. ഈ കാൽപ്പാട് ആണേൻ്റെ കാൽപ്പാട. ഇതും ആനയുടെ ഇപ്പം കേട്ട ഒച്ചേനെ പറയുന്ന അലാം കോൾ എന്നാണ്. അതായത് സാധാരണയായിട്ട് അതിന് അപകടം വരുമ്പം മറ്റ് ടീമുകളെ അറിയിക്കുന്നതാണ്. ഇതുപോലെ ഒച്ച ഉണ്ടാക്കുന്ന മാനുണ്ട്, പിന്നെ മലയണ്ണാനുണ്ട്. അതൊക്കെ വേറെ രീതിയിലാണ് ഒച്ച ഉണ്ടാക്കുന്നത്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിന് അലാം കോൾ എന്നാണ് പറയുന്നത്. പുലി, കടുവ, പിന്നെ മനുഷ്യൻ്റെ സാന്നിധ്യം കാണുമ്പോഴാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. മ്ലാവ് അങ്ങനെ കൂട്ടത്തോട് ചോദിക്കുമോ? കൂട്ടത്തോടല്ലേ? കേഴ മാത്രമല്ല, അത് പാർക്കിംഗ് ടിയർ എന്ന് പറയുന്നത് കേളമാണ്. അത് ഒറ്റയ്ക്ക. നൈറ്റ് ഫുള്ളും ചുറ്റിക്കിറങ്ങി വരും. പകലാകുമ്പോൾ ഒരു സ്ഥലത്തിൽ കിടക്കും. നൈറ്റ് മാത്രമേ കൂടുതലായിട്ട് ചുറ്റിക്കിറങ്ങി വരും. ഇത് നൈറ്റും പകലേ അവിടെ എങ്ങനെ തന്നെ ചുറ്റിക്കിറങ്ങി വരും. ഇതാണ് ഈവിലി പോകാൻ പാടാ. ആടാൻ വന്നിട്ടുണ്ട്. ഇതാണ് മ്ലാവിൻ്റെ സ്ഥലം. മ്ലാവ്, മാന്, ആനയുടെ ഒക്കെ സ്ഥലം.
ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷേ ഒരു ഒറ്റയാന അതിൽ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വഴി പോകാൻ പറ്റത്തില്ല. ഓടാൻ പറ്റാത്ത രണ്ടുപേര് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ വഴി പോകാൻ പറ്റിയില്ല. ഇനി നേരെ നമ്മൾ ദേ കാണുന്ന വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. ചുറ്റും നമ്മളൊന്ന് ഫുള്ള് നിരീക്ഷിക്കും. നമ്മളല്ല, കൂടെ വരുന്ന ഗൈഡായിട്ടുള്ള മഹേഷ് ഏട്ടനാണ്. പുള്ളിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഈ കാട്ടിൽ നിന്നിട്ട്. എന്ത് കണ്ടാലും ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പിന്നെ ചെവി പിന്നെ ഈ അനിമൽസിൻ്റെ മണമൊക്കെ പെട്ടെന്ന് പുള്ളിക്കാരന് മനസ്സിലാവും. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന് കൂടെ ഉള്ളത്. മരം പച്ച ഇന്നും കാണുന്നുണ്ട്. മരം മുറിഞ്ഞ് കിടപ്പുണ്ട്. അത് വന്നിട്ട് പച്ച ഇന്നും കാണുന്നു. കാണുന്നത് കാരണം കൊണ്ടാണ് ഇന്ന് രാവിലെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നും ഈ സൈഡേ കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് എങ്ങോട്ടും കാണില്ല. ഇവിടെ തന്നെ ഈ സൈഡിൽ ഇങ്ങോട്ടും കാണും. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് തിക്കായിട്ട് ഇരിക്കും മരങ്ങൾ. അത് കാരണം കൊണ്ട് തണൽ കാരണം കൊണ്ട് ഇവിടെ തന്നെ കാണും ഇങ്ങോട്ട് ഭാഗത്തിൽ. നമ്മളിതുവരെ ഒന്നും കയറി നടന്നിട്ടില്ല. ഇനി ആ മല മൊത്തം കയറാനുള്ളതാണ്. മാനായിരിക്കും. പിന്നെ ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ കയറി വരരുത്. കാട്ടിൽ കയറുമ്പോഴത്തേക്ക് കാട് എക്സ്പ്ലോർ ചെയ്യുക. കേട്ടോ ചേച്ചി, കാവേച്ചി, കാട് എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ അനിമൽസിനെ പ്രതീക്ഷിച്ച് ഒരിക്കലും കാട്ടിലോട്ട് വരരുത്. അനിമൽസിനേക്കാളും ഇഷ്ടം നടക്കാനും ഈ മരങ്ങളൊക്കെ ഇല്ലേ അത് കാണാനും ചെറിയ ചെറിയ ഇതിനകത്തുള്ള കുറേ പൂക്കളൊക്കെ ഇല്ലേ അതൊക്കെ കാണാൻ ഇഷ്ടം. അങ്ങനെ വേണം എക്സ്പെക്റ്റ് ചെയ്ത് വരാൻ. എല്ലാം വെറൈറ്റി കാണിച്ച് ഇനി അങ്ങ് പോകണം. നമ്മൾ വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ നമ്മൾ കാട്ടിനകത്തൂടെ പോവുകയാണ്. ഇനി അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല. കാട്ടിൽ കൂടി പോകുമ്പോൾ അധികം ഒച്ചാക്കാതെ പതിയെ സംസാരിച്ചിട്ട് പോകാം. കൂടുതൽ സംസാരിച്ചിട്ട് പോയെങ്കിൽ നമുക്ക് ഒച്ച കേൾക്കാൻ പാടാം. ചെവി നോക്കണം. എന്നും വന്നിട്ട് ചെവി ഷാർപ്പായിരിക്കണം. ഷാർപ്പായിരിക്കണം. നമുക്ക് സ്മെല്ലും അതുപോലൊക്കെ അറിയും തന്നെ. ചെറിയ സ്മെല്ലാണ് കിട്ടിയാലും അത് നോക്കണം. ഏത് സ്മെല്ലാണ് നോക്കിയിട്ട് തന്നെ പോകണം. വടിയെടുത്തില്ലല്ലേ? വടിയെടുത്തില്ല, മറന്നുപോയി. ഞാൻ 3ാമത്തെ തവണയാണ് ഈ ചിന്നാർ കാട്ടിൽ ട്രക്കിങ് വരുന്നത് കേട്ടോ. അത് 3 മണിക്കൂറത്തെ ട്രക്കിങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരാൾക്ക് വരുന്നത് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് 3 മണിക്കൂർ. പിന്നെ ഉള്ളത് 1 മണിക്കൂർ, പിന്നുള്ളത് 6 മണിക്കൂർ. അതൊക്കെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഈ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാവും. കാരണം നല്ല വെയിലാണ്, ഡ്രൈ സീസണും കൂടിയാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എപ്പോൾ വന്നാലും മഹേഷ് ഏട്ടനും ഗൈഡായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. എപ്പോഴും ഞാൻ പുള്ളിയെ തന്നെ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിടും, ഞാൻ ഇന്ന ദിവസത്ത് വരും. അപ്പോൾ ചിന്നാറിൽ ഇന്ന് വന്നത് രാവിലെ 7 മണിക്ക് നമ്മൾ കാട് കയറി തുടങ്ങി. കാരണം എനിക്ക് രാവിലെ കാടൊന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലെ കാട്ടുകൂടെ ഇങ്ങനെ ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോഴത്തേക്കുള്ള രാവിലത്തെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അധികം ടയേർഡും ആവത്തില്ല. മൃഗങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് കാട് കയറാൻ ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഈ മ്ലാവ് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണുന്നത്. മ്ലാവ് അങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. 1, 2 മാക്സിമം 3 എണ്ണം. ഇത് കാട്ടുമുല്ലയാണ്. ഭയങ്കര മണം. ഇത് സാധാ മുല്ല പോലെയല്ല, ഇവിടെ മൊത്തം പടർന്ന് നിൽക്കുന്ന മണം ഇതിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ. ഒരു 50-60 മീറ്റർ വരെ നല്ല കാറ്റടിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഈ പൂ. നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നത്. അതെ, ഇതും മറ്റൊരു ഒരു പൂവുണ്ട്, അത് നല്ല സ്മെല്ല. അത് വന്നിട്ട് 1 കിലോമീറ്റർ വരെ നല്ല സ്മെല്ലായിരിക്കും. അത് കുറച്ച് വലുതാണ്, ഇതോടെ കുറച്ച് വലുതാണ്. നല്ല സ്മെല്ലായിരിക്കും. മുട്ടായിരിക്കുമ്പോൾ നല്ല കെട്ടിയിട്ട് തലയിൽ വെച്ചാൽ 1 കിലോമീറ്റർ വരെ നല്ല സ്മെല്ലായിരിക്കും. ഈ മൗണ്ടനല്ലേ, ആ മൗണ്ടൻ കാണുന്നത്, അവിടെ വന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അനിമൽസ് കാണാം. വേണമെങ്കിൽ നമുക്ക് മൗണ്ടനിൽ മുകളിൽ കാണും, ചുറ്റി വ്യൂ പോയിൻ്റ് കാണാം. അത് കാരണം കൊണ്ട് ഇറങ്ങി നമുക്ക് കാണാം അനിമൽസ്. ഈ മൗണ്ടൻ സൈഡാണ് ഞങ്ങൾ കൂടുതലായിട്ട് വൈറ്റ് കളർ കാട്ടുപോത്തല്ലേ, മറ്റേ കാട്ടി എന്ന് പറയുന്നത് കാട്ടുപോത്ത്. അത് കാണുന്നുള്ളൂ ഈ സൈഡ്. ഇപ്പോഴും ഉണ്ടോ അത്? ഇപ്പോഴും ഉണ്ട്. ഈ ഭാഗത്തിൽ മൊത്തം കാണുന്നില്ല. വാച്ച് ടവറിൽ കണ്ടിട്ടുണ്ട്. അത് കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വൈറ്റ് കളർ കണ്ടിട്ടുണ്ട് കാട്ടുപോത്ത്. കൂടുതലായിട്ട് ഇവിടെയാ കണ്ടിട്ടുണ്ട്, ഈ മൗണ്ടനിലെ അവിടെയാ.
ഹലോ ഗൈസ്, ഞാനേ പാസ്പോർട്ടും കണ്ട് കണ്ട് ഒന്നായിരുന്നു അല്ലേ? അത് കാരണം കൊണ്ട് അവന്മാർ പേടിച്ചു. എങ്ങും ഈ സമയത്തിൽ കാട്ടിൽ പോകുമ്പോൾ സംസാരിക്കും കുറച്ച് പതിയെ പതിയെ സംസാരിച്ച് പറയണം. കുറച്ച് ഒച്ച കൂടിയാലും ഇവന്മാർ ഇങ്ങനെ തന്നെ. കുറച്ച് തൊട്ടടുത്ത് നിന്നായിരുന്നു, കാണുന്നില്ല ഓപ്പൺ പ്ലേസ്, അവിടെ തന്നെ നിന്നായിരുന്നു. ആ ഇല്ല വേണ്ട, ഇല്ല വേണ്ട, ചെയ്യിട്ട നമുക്ക് പണിയാം. ഇപ്പം തന്നെ ഇപ്പം അടുത്ത് നിന്നിട്ടോ ഇത് ഒച്ചയടിക്കണം. കൂടുതലും അങ്ങോട്ട് പോയോ? ഒന്ന് അവിടെ പോയി. 2 3 നമ്മൾ വന്ന സ്ഥലത്തിൽ തന്നെ അത് പോകുന്നുണ്ട്. കൂട്ട 1 2 3 ചെറിയ കുഞ്ഞും, ചെറിയ കുഞ്ഞുണ്ട്. അത് കൊടുത്തില്ല. അതെ, പോകുന്നുണ്ടല്ലേ. വാച്ച് ടവർ സൈഡ് നമ്മൾ വന്നത് അത് മാണ പോകുന്നില്ലേ, അതിൽ മുകളിലാണ് വന്നത് നമ്മൾ. അത് വലിയ മരം ഉണ്ടല്ലേ, അത് കൂടുതൽ പച്ചപ്പ് കാണുന്നില്ലേ, അതിൽ മുകളിൽ ആ മരത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നത്. 1 2 ചെറിയ കുഞ്ഞുണ്ട്. കണ്ടെന്ന് അവിടെ വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആണെ എന്നും കണ്ടിട്ടില്ലെന്ന്. വരുമ്പോൾ ഇവിടെ തന്നെ നിന്ന് 5 ഒരു ചെറിയ കുഞ്ഞുണ്ട്. 6 എങ്ങനെ കാണും ഈ കൂട്ടത്തിൽ. ഇനി മൊത്തം നമ്മൾ വന്നതല്ലേ, വന്ന സ്ഥലത്തിൽ അപ്പുറത്ത് മ്ലാവൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടെ പോയി കാണും. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല തണൽ കാണും. ചെറിയ തോട, അത് കാരണം കൊണ്ട് മണലും ഇരിപ്പുണ്ട്, നല്ല തണലാണ്. തണുപ്പുണ്ടാകും. ചെറിയ തോടിൽ എന്നും ഏത് സമയമാണെങ്കിലും നല്ല, ഇപ്പോൾ ട്രൈ സീസണാളും നല്ല തണൽ കാണും, നല്ല തണുപ്പും കാണും മണൽ കാരണം കൊണ്ട്. അങ്ങനെ നമ്മൾ ആനിനെ കണ്ടിട്ട് നേരെ ചെല്ലുന്നത് ഒരു ആറിലോട്ടാണ് കേട്ടോ. ഈ ആറിൻ്റെ പേരാണ് ചിന്നാർ. ഈ ആറ് നേരെ ചെല്ലുന്നത് പാമ്പാറിലോട്ട് ചെന്ന് ടച്ചാ വീണതാണ്. ഈ 2 ആറും കൂടെ ചേർന്ന സ്ഥലമാണ് കൂട്ടാർ എന്ന് പറയുന്നത്. ഇതൊരു കിടിലം എക്സ്പീരിയൻസ് ആണ്. കാരണം അത്രയും ദൂരത്ത് നടന്നു വന്നിട്ട് അവിടെയൊന്നും അത്ര വലിയ മരങ്ങളൊന്നുമില്ല, ചെറിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പുഴയുടെ സൈഡ് മാത്രമേ അത്യാവശ്യം, ആറിൻ്റെ സൈഡിൽ മാത്രമേ അത്യാവശ്യം വലിയ മരങ്ങളുള്ളൂ. കിടിലം ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്ന. കാരണം അത്രയും വെയിൽ, നമ്മൾ കാട് ഇവിടെ എത്താറായപ്പോഴത്തേക്ക്, അതായത് പുഴയുടെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, ചൂടായിരുന്നു, 11:30 കിട്ടിയില്ല. ഒരു റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിനകത്ത് ആറിൽ കാലൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാലിൽ മസാജൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പുറത്ത് തമിഴ്നാട് അല്ലേണ? അതെ, ഈ റിവറാണ് നമുക്ക് ബാർഡർ. അങ്ങോട്ട് തമിഴ്നാടും ഇങ്ങോട്ട് കേരളവും. അത്ര ചൂടത്തുനിന്ന് വന്നിട്ട് ഇവിടെ കാലിങ്ങനെ ഇട്ടിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വിശപ്പായി, രാവിലെ ഒന്നും കഴിക്കാതെ കയറിയോ. ഈ സമയത്ത് കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയതും മുളക് ഉടച്ചതും ഒരു കട്ടൻ ചായ കൂടെ കിട്ടണം. സ്വർഗം. കുരൽ മലയെണ്ണ കൂടുതലും നമുക്ക് ഇച്ചിമരം, അത്തിമരം, അത് കഴിഞ്ഞ് കുടംപുളി അല്ലേ, കുടംപുളി മരം. അത് വലിയത് കുടംപുളിയാണ്. ഇന്നലെ അവിടെ കണ്ടായിരുന്നു ഇതിൽ 2 മറ്റേ 2 ചാമ്പൽ മറ്റേ ഇനി 1
രണ്ടെണ്ണം കണ്ടായിരുന്നു ഇതിൽ. ഇതുകളല്ലേ, ഇത് വന്നിട്ട് എന്നും ഒരുമിച്ച് ഒരു ഫാമിലിയായിട്ട് തന്നെ ചുറ്റിക്കറങ്ങി വരും. തണിച്ച് മാത്രം നടക്കില്ല ഇവന്മാർ. ഈ മുമ്പിൽ കൂടെ ഓടിപ്പോണത് ഹനുമാൻ കുരങ്ങന്മാരാണ് കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. ചെറിയ പിള്ളേരൊക്കെ ഈ സാധനം ചാടി ചവിട്ടത്. ഹനുമാൻ കുരങ്ങ്. ഇത് കുഞ്ഞിനെ കണ്ടവിടിരിക്കുന്ന മരത്തില്. ഇതേ ആ ഓടിപ്പോണത് ഈ ഗ്രൂപ്പിന്റെ മൂപ്പിലാനാണ് കേട്ടോ. ഇതേ പോണത്. ഇതല്ലേ, ഇത് മറ്റേ ഒരു വള്ളീൻ്റെ കായെന്ന് പറയും ഞങ്ങൾ. ഇവിടെ നിന്ന് വേറെ സ്ഥലത്തിൽ മാറിപ്പോയി മുളയ്ക്കാൻ വേണ്ടിയാ. ഇതല്ലേ, ഇത് അപ്പൂപ്പന്താടി, നമ്മളെ അപ്പൂപ്പന്താടി എന്ന് പറയും. അതെ, ഇത് വേറെ സ്ഥലത്തിൽ നിന്ന് മാറി മാറി. ഇത് 2 ടൈപ്പുണ്ട്, 2-3 ടൈപ്പുണ്ട്. ഇത് വന്നിട്ട് ഒരു വള്ളീൻ്റെ ഇതാ, മൊത്തം പറന്ന് വേറെ സ്ഥലത്തിനോട്ട് പോയി മുളയ്ക്കാൻ വേണ്ടിയാ ഇത്. അങ്ങനെ നമ്മളെത്തി, തിരിച്ച് നമ്മൾ റോഡിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തി, മെയിൻ റോഡിലോട്ട് എത്തി. ഇനി നേരെ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തോട്ട് പോയി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട്, അവിടെ വെള്ളവും മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാഗിയും ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ തിരിച്ചിറങ്ങണം. അപ്പോൾ ഇനിയും പറ്റിയ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.